അവയവ കച്ചവടത്തിനായി ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്തിന് കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികൾ സഹായിച്ചെന്ന് NIAക്ക് വിവരം. സ്വകാര്യ ആശുപത്രികളുടെ സഹായം ലഭിച്ചുവെന്ന് മുഖ്യപ്രതി മധു ജയകുമാർ മൊഴി നൽകിയെന്ന് സൂചന. രോഗികളുടെ വിവരങ്ങളടക്കം ആശുപത്രികൾ കൈമാറിയെന്നും മധു മൊഴി നൽകി. ഉത്തരേന്ത്യൻ റാക്കറ്റിലേക്കും NIA അന്വേഷണം വ്യാപിപ്പിച്ചു. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, അതിഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പ്രതികളുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത്. ഈ ആശുപത്രികൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാകുന്നുണ്ടോ? എങ്ങനെയാണ് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? സൈഫുദ്ദീൻ, ഈ അനധികൃത അവയവദാനത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയെന്ന പേരിൽ NIA നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രധാന പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം സ്വദേശിയായ മധുവിനെ കഴിഞ്ഞ ദിവസം നവംബർ 8-ാം തീയതി ഇറാനിൽ നിന്ന് എത്തിയപ്പോൾ ഇയാളെ പിടികൂടി കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇയാളെ 19-ാം തീയതി വരെ NIAയുടെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. നിലവിൽ NIA ഉദ്യോഗസ്ഥർ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മൊഴി NIAക്ക് നൽകിയിരിക്കുന്നത്. അതായത് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ചില സ്വകാര്യ ആശുപത്രികൾ, അതായത് വളരെ പേരുകേട്ട തന്നെ ചില സ്വകാര്യ ആശുപത്രികൾ ഇത്തരത്തിൽ അവയവദാനത്തിന് ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നതിന് കൂട്ടുനിന്നു, അല്ലെങ്കിൽ ഈ ആളുകളുടെ ഡേറ്റകളടക്കം ചോർത്തി നൽകി തുടങ്ങിയ വിവരങ്ങളാണ് മധു ജയകുമാർ ഈ NIAക്ക് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ റാക്കറ്റ് ഇറാനിലേക്ക് കടത്തിയത് 100 കണക്കിന് പേരെയാണെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഡൽഹി, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് റാക്കറ്റിന്റെ പ്രവർത്തനം. അതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളെ ഇറാനിലേക്ക് കടത്തിവിടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ മധുവാണ്. ഈ മധുവിനെ ഈ മാസം 8-ാം തീയതിയാണ് NIA അറസ്റ്റ് ചെയ്യാൻ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ഈ ആശുപത്രികളുടെ പേരുകളടക്കം ദേശീയ അന്വേഷണ ഏജൻസിക്ക് മധു നൽകിയിട്ടുണ്ട്. ഈ ആശുപത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസി ഈ കുറ്റപത്രം സമർപ്പിച്ചത്. 2019 ജനുവരി മുതൽ 2024 മെയ് വരെ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും ആളുകളെ കടത്തിയിട്ടുണ്ട് എന്നാണ് NIA കുറ്റപത്രത്തിൽ സമർപ്പിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് കടങ്ങാനാണ്. നിലവിലെ മൊഴികൾ കൂടി ഉൾപ്പെടുത്തി സ്വകാര്യ ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തിയുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ NIA. സൈഫുദ്ദീൻ. ശരി നിതിൻ.